close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് കോലാലംപൂർ. അപ്പോൾ ഇതുവരെയുള്ള കോലാലംപൂരിൻ്റെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചൈനീസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ്, ടിയാൻ ഹുവാ ടെമ്പിൾ. ഇന്നിപ്പം രാത്രിയിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നത്. ഇതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചൈനീസ് ടെമ്പിളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓടി വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. നമ്മളങ്ങനെ മെയിൻ ടെമ്പിളിൻ്റെ അകത്തെത്തി. നമുക്ക് ടെമ്പിളിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നോക്കിയിട്ട് വരാം. ഇവിടെ തേണ്ട എൻ്റെ പുറകിൽ വിളക്കുകൾ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് കത്തിച്ച് വെച്ചിട്ട് അതിങ്ങനെ കറങ്ങുന്നുണ്ട്. ഇവരുടെ എന്തോ ആചാരമാണ്. നമ്മളപ്പം ഇപ്പോൾ ഈ കണ്ടതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. താഴെ ഒരു ടെമ്പിൾ ഇവർ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പ്രവേശനമില്ല. ഈ ഒരു ടെമ്പിളിൻ്റെ അകത്ത് കയറിയപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഫീലിംഗ്, അവർ അവിടുത്തെ ഒരു ചെറിയ കാര്യങ്ങൾ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ അകത്ത് നിന്ന് അതുകൊണ്ട് വ്ലോഗ് ചെയ്ത പോലുമില്ല. ഞാൻ വിചാരിച്ചെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ ഓരോ ബൾബുകളാണ്. ഈ മഞ്ഞ കളറിൽ കിടക്കുന്നതല്ല, മഞ്ഞയും ചുവപ്പും എല്ലാം ബൾബുകൾ തന്നെ. അപ്പം ഇതൊക്കെ രാത്രി കാണാനായിരിക്കും കൂടുതൽ ഭംഗി. കാരണം ഇത് മൊത്തം കത്തിയിട്ട് ഈ ടെമ്പിൾ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റിട്ട് നിൽക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ പോകും, അതുകൊണ്ട് എന്തായാലും കാണാൻ പറ്റത്തില്ല. നമ്മൾ 9 മണിയായപ്പോഴത്തേക്കും എത്തിയതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 10:30 ആയി. അപ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നും അധികം ആളൊന്നും ഇല്ലായിരുന്നു.
നമ്മളപ്പം കോലാലംപൂരിൽ വന്നിട്ട് ഇതുവരെ 2 ചൈനീസ് ടെമ്പിൾ വിസിറ്റ് ചെയ്ത്. ഇന്നലെ നമ്മൾ ഗെൻഡിങ് ഹൈലാൻഡ്സിൽ പോയപ്പം അവിടെ ചിൻസി ടെമ്പിൾ കണ്ടായിരുന്നു. ഇന്നിപ്പോൾ താണ്ടെ ടിയാൻ ഹുവ ടെമ്പിൾ ഇവിടെ കോലാലംപൂരിൽ സെൻറ്ററിൽ തന്നെ ഉള്ള ഇത് അടിപൊളിയൊരു ടെമ്പിളാണ്. ഇവിടുത്തെ ആംബിയൻസും ആ ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം. ഇനിയിപ്പോൾ നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ പോകാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മളപ്പോൾ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ നല്ല അടിപൊളി കരിമ്പ് ജ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ജ്യൂസ് കുടിക്കാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ സെൻട്രൽ മാർക്കറ്റിലെത്തി. ഇതെന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. നിറച്ച ഐറ്റംസ്, മോഡേണും ഓൾഡും രീതിയിലുള്ള എല്ലാ ഐറ്റംസും, ഹാൻഡിക്രാഫ്റ്റ്സും പിന്നെ ഇവരുടെ ഡ്രസ്സസും ചൈനീസ് ഡ്രസ്സസും ചൈനീസ് ഐറ്റംസാണ് കൂടുതലും. എന്നുവെച്ചാൽ എല്ലാ ടൈപ്പ് സാധനവും ഇവിടെ കിട്ടും. ഫുള്ള് സെൻട്രലൈസ്ഡ് ഏസിയാണ്. അടിപൊളി സ്ഥലം, ഷോപ്പിംഗ് പാരഡൈസ് എന്ന് തന്നെ പറയാം. ഇവിടെ കോലാലംപൂരിൽ തന്നെ ഒരു ചൈന മാർക്കറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടത്തെക്കാട്ടി ഒരു ഇത്തിരി കൂടെ എക്സ്പെൻസ് കൂടുതലാണ്, പക്ഷേ എല്ലാ സാധനവും ഇവിടെയും കിട്ടും. ഓരോ രാജ്യക്കാരും അവരുടേതായിട്ടുള്ള ഒത്തിരിയും ഐറ്റംസായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ഇന്ത്യൻസ് ഉണ്ട്, മലേഷ്യൻസ് ഉണ്ട്, അറബ്സ് ഉണ്ട്, പിന്നെ ബംഗ്ലാദേശീസ് ഉണ്ട്. ഇവരെല്ലാവരും അവരുടേതായിട്ടുള്ള ഒത്തിരി ഐറ്റംസായിട്ട് ഹാൻഡിക്രാഫ്റ്റ്സും ഡ്രസ്സും പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ ഒത്തിരി സാധനങ്ങളായിട്ട് ഇവരെല്ലാവരും ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. എന്തായാലും ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക, നിങ്ങളും കൂടെ കുടിക്കുക. നമ്മളപ്പം സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയതാണ്ട് ഈ പുറകെ കാണുന്ന സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നിറച്ച് ഷോപ്പിങ്ങിൻ്റെ കടകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു ഗ്രാബ് എടുക്കുക, നേരെ KL സെൻറ്ററിലോട്ട് പോവുക. KL സെൻറ്ററിൽ നിന്ന് കോലാലംപൂർ എയർപോർട്ടിലോട്ട് ബസ് കിട്ടും. നമുക്ക് ടെർമിനൽ 2-ൽ തന്നെ ആയി കേട്ടും. അപ്പം രാത്രി 9:30 ഫ്ലൈറ്റ്. നേരെ അപ്പം സെൻട്രലിലോട്ടാണ് പോകുന്നത്. സെൻട്രലിൽ ചെന്നിട്ട് ബസ് എടുത്ത് പോവാം.
അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതോടെ നമ്മുടെ കോലാലംപൂരിൻ്റെ വിശേഷങ്ങളൊക്കെ തീരുക. ഇനിയപ്പം പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.